മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും പോലീസ് സ്റ്റേഷനിൽ നിന്നും കരുണയാണ് റിലീസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ കരാറുകളും ഒപ്പിട്ടതിന് ശേഷം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു. മുത്തശ്ശിക്കും പ്രതാപനും ഇത് വല്ലാത്തൊരു അപമാനം തന്നെയാകുന്നുണ്ട്. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, അമ്മയെ അടിക്കുന്നത് കണ്ടിട്ടാണ് എനിക്കെൻ്റെ മനസ്സ് ആകെ വല്ലാതെയായത്, അതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയുടെ മുഖമാണെങ്കിൽ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. അമ്മയെ എന്തിനാണ് അച്ഛൻ ഇത്രയും ക്രൂരമായിട്ട് അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എല്ലാ ദേഷ്യവും അവളെ എനിക്ക് തീർക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കരുണാലയത്തിലോട്ട് പോവുകയാണ് എല്ലാവരും. അങ്ങനെ കരുണാലയത്തിലാണെങ്കിൽ മോഹിനിയും മഹാലക്ഷ്മിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, മോള് പൊക്കോ, ഇനി വെറുതെ ഒരു മുഷിപ്പിന് വക വരുത്തണ്ട എന്ന് പറയുന്നുണ്ട്. ഇനി എന്തിനാണ് അമ്മേ നമ്മൾ പേടിക്കേണ്ടത്? ഇനി ഒന്നുകൊണ്ട് അവരെ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ അവകാശങ്ങളും നമ്മൾക്കല്ലേ ഉള്ളത്. ഇനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളും, അതുകൊണ്ട് അമ്മ ഇനിയൊന്നും പേടിക്കേണ്ട എന്നെല്ലാം മഹി പറയുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് പ്രതാപൻ്റെ വണ്ടി വരുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ മഹിയെയും മോഹിനിയെയും ആ ഉമ്മറത്തിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇത് കണ്ടോ, അവർ രണ്ടുപേരും നമ്മളുടെ വരവും നോക്കിയിരിക്കുകയാണെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അമ്മയിനൊന്നും നോക്കണ്ട, അങ്ങോട്ട് ഇറങ്ങിക്കോ, അതാ നല്ലതെന്നെല്ലാം പറയുകയാണ്. ഇവരുടെ വരവ് കാണുമ്പോഴേക്കും മോഹിനിക്കും മഹിക്കുമാണെങ്കിൽ വളരെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവരെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുകയാണ് കരുണയും മുത്തശ്ശിയും. നമ്മളെ ഇടിച്ച് ഇഞ്ചപ്പരവുമാക്കിയതെല്ലാം കാണാൻ വേണ്ടി അമ്മയും മകളും നോക്കി നിൽക്കുകയാണെന്നെല്ലാം പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ കയറി വരും, അതൊക്കെ അവിടെ നിന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും എല്ലാവരും കയറി വരുന്നുണ്ട്. എന്നിട്ട് പ്രതാപനാണെങ്കിൽ മഹിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായില്ലേടി? അമ്മയുടെ മുഖത്താണെങ്കിൽ അടിയുടെ പാട് അങ്ങനെ തന്നെ കിടപ്പുണ്ടെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയുടെ മുഖത്തും പാട് കിടക്കുന്നതെന്ന് പറയാണ്. എൻ്റെ അമ്മയെ നിങ്ങൾ നിലത്തിട്ട് ചവിട്ടിയില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും പോലീസുകാർ നിലത്തിട്ട് ചവിട്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെല്ലാം നീ അനുഭവിക്കുമെടി, നീ നിൻ്റെ മകളെ ഓർത്ത് നീ നെഞ്ചു പൊട്ടി കരയുമെന്നെല്ലാം മോഹിനിയെയും മഹിയെയും പ്രാഗിക്കൊണ്ട് തന്നെ മുത്തശ്ശിയാണെങ്കിൽ അകത്തോട്ട് പോവുകയാണ്. പിന്നീട് അകത്തോട്ട് കയറുന്ന മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, എടാ ഇവളുമാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇന്നാണെങ്കിൽ ഇവൾക്ക് കൂട്ടായിട്ട് തന്നെ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, അത് ഒരു കണക്കിന് നന്നായി അമ്മേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനുണ്ട്. ഇവളുടെ കുഞ്ഞിനെ ഇന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കണം, എന്നാൽ മാത്രമേ എൻ്റെ മോൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട് കരുണ. നമുക്കുണ്ടായ അപമാനത്തിനും വേദനയ്ക്കും ഒരു പരിഹാരം കണ്ടേ പറ്റൂ അമ്മേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടത്തണമെന്നെല്ലാം പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാടാ, എൻ്റെ വയസ്സിനിടയ്ക്ക് ഇത്രയും ഒരു നാണക്കേട് ഞാൻ അനുഭവിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കയറാത്ത എന്നെ അവൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ, അതുകൊണ്ട് അവളെ ഒരിക്കലും വെറുതെ വിടരുത് പ്രതാപ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മ നോക്കിക്കോ, ഞാനൊരു ആണാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു കാര്യം നടത്തിയിരിക്കുമെന്നെല്ലാം പ്രതാപൻ ശപഥം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി തന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്നെല്ലാം പ്രതാപം പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നമുക്കൊരു അബദ്ധം പറ്റരുത്, ഇത്രയും നാൾ നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം വളരെയേറെ അബദ്ധത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്, അതുകൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാതെ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തണം, അല്ലാതെ എനിക്കൊരു സമാധാനമില്ല എന്നെല്ലാം മുത്തശ്ശി പറയുകയാണ് പ്രതാപനോട്. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് കാര്യങ്ങളെല്ലാം നടക്കും എന്നെല്ലാം പറയുകയാണ്. പിന്നീട് കമലേശ്വരത്തോട്ട് വരികയാണ് കണ്ണൻ. അങ്ങനെ കണ്ണനെ കാണുന്നതും ദുർഗയാണ് ഓടി ചെല്ലുന്നുണ്ട് കണ്ണൻ്റെ അടുത്ത്. കണ്ണ മോനെ, നീ അറിഞ്ഞില്ലേ കാര്യങ്ങളെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പ്രതാപനെയും മുത്തശ്ശിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരെ റിലീസാക്കിയിട്ടില്ല എന്നാണ് അറിഞ്ഞതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവരെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിൻ്റെയും മഹിയുടെയും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവളിപ്പോഴും നിയമപ്രകാരം നിൻ്റെ ഭാര്യ തന്നെയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബന്ധം വേർപെടുത്തിയാൽ മാത്രമേ ഇനി നിനക്ക് ഒരു സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നീ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട മോനെ, നിനക്ക് കൂട്ടായിട്ട് സ്വാതി നിൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവുമെന്നെല്ലാം പറയുമ്പോൾ സ്വാതിയെ നോക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ സ്വാതിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ കണ്ണൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ ഇവിടെ അവകാശം പറഞ്ഞു വരും, അതിനു മുമ്പ് തന്നെ നിൻ്റെ സ്വാതിയുടെ വിവാഹം കഴിയണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നെല്ലാം ദുർഗ പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും എത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ, അതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് നൂലമാലകളുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ വിവാഹം ഏർപ്പെടുത്താനും ഒരാളെ വിവാഹം ചെയ്യാനും കഴിയില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം, അവൾക്ക് ഇന്ന് തന്നെ അവളുടെ കുഞ്ഞ് നഷ്ടമാവും, അതിനുള്ള എല്ലാ പുറപ്പാടുകളും
ജോലികളും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയുമെല്ലാം. അതുകൊണ്ട് ഇന്ന് അവൾ അവിടെയല്ലേ കിടക്കുന്നത് അവളുടെ അമ്മയ്ക്ക് കൂട്ടായിട്ട്. അപ്പോഴാണ് അതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കരുണമോൾ വിളിച്ചപ്പോൾ പറഞ്ഞു എന്ന് ദുർഗ പറയുന്നുണ്ട് കണ്ണനോട്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ കണ്ണനാണെങ്കിൽ മഹിയെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.